സ്വാഗതം. സയന ടാരോക്കാർഡ് വായനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശമാണ് താങ്കൾക്ക് മൂണോളജി കാർഡുകൾ നൽകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 3 കാർഡുകൾ ഞാൻ എടുക്കുന്നു. ആദ്യത്തെ കാർഡ് ഭൂതകാലത്തിലുള്ള എന്ത് കാര്യമാണ് താങ്കൾ ഇപ്പോൾ പിന്നോട്ട് പിടിച്ച് വലിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് ഇപ്പോൾ എന്താണ് കറണ്ടായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. 3 ഉടനെ എവിടേക്കാണ് താങ്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 സന്ദേശങ്ങളാണ് ഇന്ന് താങ്കൾക്ക് തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് യെസ്റ്റർഡേ പാസ്റ്റ് എന്താണെന്ന് നോക്കാം. എന്ത് കാര്യമാണ് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്ന് പറയുന്ന ഒരു കാർഡാണ്. സൂപ്പർ മൂൺ എന്ന് പറയും. പൊതുവേ ഈ കാർഡ് എന്ന് പറയുമ്പോൾ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് എന്നുള്ളതാണ് സത്യം. അതായത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾക്കറിയാമല്ലോ മൂണിൻ്റെ ചില വേരിയേഷനിൽ നമ്മൾ എത്രയൊക്കെ ആത്മസംയമനം പാലിച്ചാലും നമുക്ക് വികാരങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ കിടന്ന് കരഞ്ഞു പോവും, ചിലപ്പോൾ നമ്മൾ ആരും ചിരിക്കാത്തത് ചിരിച്ചു പോവും, അതേപോലെ തന്നെ ദേഷ്യപ്പെട്ടു പോവും. അതേപോലത്തെ നമ്മുടെ ഇതാണ് നമ്മളിപ്പോൾ പിന്നോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ സന്ദേശം നൽകുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മെസ്സേജ് തന്നെ അറിയാൻ പറ്റും. അതായത് കുറേ നാളായിട്ട് നമ്മൾ പ്രവർത്തിക്കാതെ ഇനാക്റ്റീവായിരുന്ന നമ്മൾ എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. താങ്കൾക്കത് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഉടൻ തന്നെ അത് ഫീൽ ചെയ്യും. അതായത് ആ പൂർണ്ണചന്ദ്രനിലേക്ക് പോകുന്നതനുസരിച്ച് തീർച്ചയായിട്ടും താങ്കൾക്ക് കൂടുതൽ എനർജി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അടുത്തത് ഫ്യൂച്ചറിൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നത്തിങ് ഈസ് സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്നൊരു കാർഡാണ്. നത്തിങ് ഈസ് സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്ന കാർഡ് നമ്മളോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില സ്വഭാവങ്ങൾ, നമ്മൾ ചില ഇതുണ്ടല്ലോ, ഇത് നടക്കില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന ചില ചിന്തകളെ ചോദ്യം ചെയ്യാനാണ് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളെ തോൽപ്പിക്കുന്നതാണ് ഈ കാർഡ് പറയുന്നത്. അതായത് നമ്മൾ വിചാരിച്ചാൽ എന്ത് സാധ്യമാണ്, അതിന് ശ്രമിക്കണം. അത് ആദ്യം തുടങ്ങുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് താങ്കൾക്ക് തരുന്ന 3 സന്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ഇമോഷൻസ് പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ പോലും താങ്കൾക്ക് എനർജി അടുത്തേക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് 3 പറയുന്നത്. അതേപോലെ തന്നെ ഒന്നും എന്താ പറയുക, സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനെ വെല്ലുവിളിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വെല്ലുവിളിക്കുന്ന എനർജിയാണ് വരുന്നത്. അപ്പോൾ എനർജി ഗെയിൻ ചെയ്യുന്നു, വെല്ലുവിളിക്കൂ എന്നാണ് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. അപ്പോൾ ഈ സന്ദേശമാണ് ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് താങ്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് വെല്ലുവിളിച്ച് പ്രതിസന്ധികൾ അതിജീവിക്കൂ. ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. പ്രതിസന്ധികൾ നാളെ രാവിലെ അതിജീവിച്ചാൽ മതി. താങ്ക് യു വെരി മച്ച്.